തൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്തെക്കുറിച്ച് പറയുകയാണ് പാർവതി തിരുവോത്ത്. തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലെ 7 വർഷം ഒരു സിനിമയും സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ലെന്നും അപ്പോൾ അടുത്ത സിനിമ എപ്പോൾ വരുമെന്നും ബിൽ എങ്ങനെ അടയ്ക്കുമെന്നുമൊക്കെയുള്ള ചിന്തയായിരുന്നു എന്നും താരം പറയുന്നു. ഏറ്റവും പുതിയ ചിത്രമായ ഉള്ളൊഴുക്കിൻ്റെ ഭാഗമായി ഫിലിമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പാർവതി. എല്ലാവരും മറന്നുപോകുന്ന ഏരിയയാണ് കരിയറിൻ്റെ ആദ്യഘട്ടം. എൻ്റെ തുടക്കത്തിലെ 7 വർഷം ഒരു സിനിമയും സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിൽ പോയാൽ അടുത്ത സിനിമ എപ്പോൾ വരും, ബിൽ എങ്ങനെ അടയ്ക്കുമെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബാംഗ്ലൂർ ഡേയ്സ് കഴിഞ്ഞ് എല്ലാവരും അതൊക്കെ മറന്നു. ഞാനതൊരിക്കലും മറന്നിട്ടില്ല. ആദ്യത്തെ ആ 7 വർഷം ഇപ്പോഴും എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കരിയറിൻ്റെ തുടക്കം എപ്പോഴും മനസ്സിലുണ്ടാകണം. ആ സ്ട്രഗിളിങ്ങിലാണ് നമ്മൾ നമ്മളെപ്പറ്റി ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ഇപ്പോഴും എനിക്കൊരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമ കിട്ടുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുമ്പോൾ ഞാൻ സത്യത്തിൽ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം അപ്പോൾ എന്നെ ജീവിതം പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, പാർവതി പറഞ്ഞു. മലയാള സിനിമയിൽ പുതുമുഖങ്ങൾക്ക് മാത്രമേ ഓഡിഷൻ നടത്താറുള്ളൂ എന്നും എന്നാൽ ഇന്ത്യക്ക് പുറത്തുള്ള സിനിമകളിൽ അങ്ങനെ അല്ലെന്നും താരം അഭിമുഖത്തിൽ പറയുന്നു. തനിക്ക് ഓഡിഷന് പോകാൻ ഒരു മടിയുമില്ലെന്ന് പറയുന്ന പാർവതി താൻ ഇംഗ്ലീഷ് ഫ്രഞ്ച് സിനിമകൾക്ക് വേണ്ടി ഇപ്പോഴും ടെസ്റ്റ് കൊടുക്കാറുണ്ടെന്നും പറയുന്നു. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഓഡിഷൻ എന്ന ഒരു കൾച്ചറില്ല. അതുള്ളത് പുതുമുഖങ്ങൾക്ക് മാത്രമാണ്. പുറത്തുള്ള സിനിമകളിൽ അങ്ങനെയല്ല. ഓസ്കാർ വിന്നിംഗ് ആക്ടേഴ്സ് പോലും ചില റോളുകൾക്ക് ഓഡിഷന് പങ്കെടുക്കാറുണ്ട്. ആ സിനിമയുടെ ഡയറക്ടറിനൊപ്പമാണ് അത് ചെയ്യുന്നത്. അവർക്ക് കഴിവുണ്ടോ എന്ന് നോക്കാനല്ല, ആ കഥാപാത്രത്തിലേക്ക് ഫിറ്റാണോ എന്നറിയാനാണ്. ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കോമഡി പടം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് ക്യാമറയിലേക്ക് നോക്കി പറയാറുണ്ട്. ആ അപേക്ഷ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ കൊടുക്കാറുണ്ട്. എനിക്ക് ഓഡിഷൻ കൊടുക്കാൻ ഒരു മടിയുമില്ല. ഞാൻ ഇംഗ്ലീഷ് ഫ്രഞ്ച് പടങ്ങൾക്കുമൊക്കെ ഇപ്പോഴും പോയി ടെസ്റ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെയല്ലേ എനിക്ക് ശ്രമിക്കാൻ പറ്റുകയുള്ളൂ. എനിക്ക് ആ റോൾ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ആരെങ്കിലും ഒരാൾ എന്നിൽ ആ വിശ്വാസം കാണിച്ച് ഒരു റിസ്ക് എടുക്കണം. ചിലപ്പോൾ ഞാൻ മുഖമടിച്ച് വീഴുമായിരിക്കും, ചിലപ്പോൾ എനിക്ക് പറ്റാത്തതായിരിക്കും. പക്ഷേ അതൊന്നും മുൻകൂട്ടി അറിയില്ലല്ലോ. ചെയ്തു നോക്കിയാലല്ലേ പറ്റുകയുള്ളൂ, പാർവതി പറഞ്ഞു.